My beautiful souls, welcome back to my channel. Hope you guys are doing awesome today. എന്താണ് ഈ സമയം നിങ്ങൾ കേൾക്കേണ്ടത്? What you need to hear right now. സോ ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്ന വളരെ സ്പെസിഫിക് മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ എനർജി, നിങ്ങളുടെ പവർ എവിടെയൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ, ആരിലൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ, കോൾ ദെം ബാക്ക്. എല്ലാം നിങ്ങൾ തിരിച്ചു വിളിക്കേണ്ട ടൈമാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളെല്ലാം തിരിച്ചെടുക്കേണ്ട ഒരു ടൈമാണ്. നിങ്ങളുടെ എനർജി, നിങ്ങളുടെ പവർ, എസ്പെഷ്യലി നിങ്ങൾ വളരെ ഡ്രെയിൻഡ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാം നിങ്ങൾ എവിടെയൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾ തിരിച്ചെടുക്കുക, അല്ലേ? സോ അതിന് നമുക്ക് ആ ഒരു സ്റ്റെബിലിറ്റി വേണം, ഇമോഷണലി, എനർജറ്റിക്കലി, മെൻ്റലി, ഫിസിക്കലി, അല്ലേ? സോ നമ്മൾ സ്പെഷ്യലി ഡ്രെയിൻഡ് ആയി പോകുന്ന സമയത്ത്, സോ ഈ സമയം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതും അതാണ്, ഫിക്സ് ചെയ്യാൻ ശ്രമിക്കേണ്ടതും അതാണ്. ഓക്കെ, സോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ ഈ ഒരു സമയത്ത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ, പക്ഷേ എനിക്ക് കിട്ടുന്നൊരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ വളരെ സ്ട്രോങ് അല്ലെങ്കിൽ വളരെ ഡിറ്റർമൈൻഡ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ്. ഓക്കെ, സോ ബിക്കോസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, അല്ലെ? അല്ലെങ്കിൽ ചില ആളുകൾ ഓൾറെഡി നിങ്ങളത് ചെയ്യുന്നുണ്ട്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളുടെ ശ്രദ്ധ, നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ എനർജി, അല്ലെങ്കിൽ മറ്റുള്ള സിറ്റുവേഷൻസിന്റെ, മറ്റുള്ള ആളുകളുടെ എനർജി നിങ്ങൾ കൂടുതൽ ക്യാരി ചെയ്യുന്നില്ല. സോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫിൽറ്റർ അവിടെ സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ക്ലെൻസിങ് പ്രോസസ്സിലൂടെയാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് പോകുന്നത്, അല്ലെ? സോ ചില ആളുകൾ വളരെ പവർഫുൾ ആയിട്ട് അത് ചെയ്യുന്നുണ്ട്, ആൻഡ് ഐ റിയലി 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 അപ്രീഷിയേറ്റ് ദാറ്റ്. സോ ആൻഡ് അത് ശരിക്കും ഇൻസ്പയർ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ നിങ്ങളുടെ ഇപ്പൊ നിങ്ങളുടെ റീഡിങ് എടുക്കുന്ന സമയത്ത്, നിങ്ങളുടെ എനർജി കണക്ട് ചെയ്യുന്ന സമയത്ത്, സോ മെയിൻലി ലൈക്ക് എനിക്ക് നിങ്ങളിൽ കിട്ടുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത് നിങ്ങളുടെ വാക്കുകളിലുള്ള ആ ഒരു പവറാണ്. ഓക്കെ, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ, എടുക്കുന്ന തീരുമാനങ്ങൾ, പറയുന്ന വാക്കുകൾ, ഓക്കെ, അതിലൊക്കെ നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കാൻ സാധിക്കുന്നുണ്ട്. സോ ഒരു പുതിയൊരു ഹാബിറ്റോ അല്ലെങ്കിൽ പുതിയ മാറ്റങ്ങൾ നിങ്ങൾ ലൈഫിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലൊക്കെ അത് നിങ്ങൾ തുടങ്ങുക മാത്രം എന്നുള്ളതല്ല, അതിൽ നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കാൻ സാധിക്കുന്നുണ്ട്. സോ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഇതുവരെ ഉണ്ടായിട്ടുള്ള പല സിറ്റുവേഷനിലും ചില മാറ്റങ്ങൾ നിങ്ങൾ എടുക്കുന്നുണ്ടായിരിക്കണം, അല്ലെ? അല്ലെങ്കിൽ നിങ്ങളുടെ ശീലങ്ങളായിട്ടുള്ള പല കാര്യങ്ങളും പല സിറ്റുവേഷനിലും നിങ്ങൾ ചില മാറ്റങ്ങൾ അവിടെ കൊണ്ടുവരുന്നുണ്ട്. ചില ആളുകൾക്ക് നിങ്ങൾക്ക് പുതിയ എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടായിരിക്കണം. അതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ഉണ്ട്, നിങ്ങൾ പോകുന്ന ചില ലൈഫ് സിറ്റുവേഷൻ, അല്ലെ? സോ നിങ്ങൾ വളരെ എൻജോയ് ചെയ്യുന്നുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ സംഭവിച്ചത് നിങ്ങളെ കുറച്ചുകൂടെ ഒന്ന് ഓർഗനൈസ്ഡ് ആക്കാനും, ലൈഫിനോടൊരു എയിം തോന്നാനും, ലൈഫിനോടൊരു ഇഷ്ടം തോന്നാനും സാധിക്കുന്ന ചില മാറ്റങ്ങൾ, സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയത്ത് സംഭവിക്കുന്നുണ്ടായിരിക്കണം. ചില ആളുകൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം നിങ്ങൾ പോകുന്നത്, അല്ലെ? സോ ഇതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്, അല്ലെ? സോ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്, ഓർ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ എനർജറ്റിക്കലി ഒന്ന് സ്ട്രോങ് ആവണം, നിങ്ങളുടെ പവറിലേക്ക് തിരിച്ചു വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ അഫർമേഷൻ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ പറയാം. ഓക്കെ, പറയുന്ന സമയത്ത് ശ്രദ്ധിക്കുക നിങ്ങൾ പറയുന്ന വാക്ക് എങ്ങനെയാന്നുള്ളത്. വളരെ വീക്കായിട്ട് അയ്യോ എനിക്കൊന്നും പറ്റുന്നില്ല അല്ലെങ്കിൽ സങ്കടപ്പെട്ടിട്ടല്ല പറയേണ്ടത്, ആ ഒരു കമാൻഡിങ് പവറാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ എൻ്റെ പവർ, എൻ്റെ എനർജി ഞാൻ എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എല്ലാം ഞാൻ എന്നിലേക്ക് തിരിച്ചു വിളിക്കുകയാണ്. ആരുടെയൊക്കെ എനർജി എന്നിലുണ്ടോ അതൊക്കെ ഞാൻ തിരിച്ചു കളയാണ്. എനിക്ക് ആവശ്യമില്ലാത്ത എല്ലാ എനർജീസും എല്ലാ ചിന്തകളും ഞാൻ എൻ്റെ അടുത്തുനിന്ന് സമാധാനമായിട്ട് റിലീസ് ചെയ്യുകയാണെന്നുള്ളത് പറയാം. ബിക്കോസ് നമ്മുടെ വാക്കുകൾക്ക് നമ്മൾ ഒരുപാട് ഗൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യാനുള്ള പവർ ഉണ്ട്. ഓക്കെ, സോ അതാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് യൂസ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ആ ഒരു കമാൻഡിങ് പവർ, നിങ്ങളുടെ ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങളുടെ അടുത്ത് തന്നെയാണ് ഈ ഒരു ടൈമിൽ കാണിക്കേണ്ടത്. ആൻഡ് യു ഹാവ് ദ പവർ, അല്ലെ? നിങ്ങൾക്ക് ആ ഒരു പവർ ഓൾറെഡി നിങ്ങളുടെ ഉള്ളിലുണ്ട്. സോ ചില കാര്യങ്ങളൊക്കെ സ്ട്രോങ് ആയിട്ട് പറയാം. ഓക്കെ, എന്നെ കൊണ്ട് പറ്റില്ല, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, എനിക്ക് പേടിയാണ്, അങ്ങനെ തോന്നുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് ഡീൽ ചെയ്യുക. നിങ്ങളുടെ മേൽ ആ ഒരു ഓണർഷിപ്പ് നിങ്ങൾ കാണിക്കുക. ഓക്കെ, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഈവൻ നിങ്ങൾക്ക് എനർജറ്റിക്കലി വളരെ വളരെ ഡ്രെയിൻഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിലും, നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് ചില തോട്ട്സ് ഉണ്ടാവുന്നുണ്ട്, ഒരു ഡിസ്ട്രാക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ, അത് എന്തും ആയിക്കോട്ടെ, ഓക്കെ, നിങ്ങൾ എന്ത് പേര് വിളിക്കുന്ന കാര്യം ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഒരുപാട് അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഐ ഡോണ്ട് ഈവൻ വോണ്ട് ടു സേ ലൈക്ക് നെഗറ്റിവിറ്റി, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ, നോ. ഇത് ചെയ്യുന്ന ആളുകൾ ചെയ്തോട്ടെ, അല്ലെങ്കിൽ നിങ്ങളെ ഡിസ്ട്രാക്റ്റഡ് ആക്കുന്ന ആളുകൾ ചെയ്തോട്ടെ, ബട്ട് നിങ്ങൾ ആ ഒരു ഗെയിമിന്റെ ഭാഗം ആവാണ്ടിരിക്കുക.
നിങ്ങൾ അതിന്റെ ഭാഗമാവേണ്ട ആവശ്യമില്ല. സോ ഒരു ആവശ്യമില്ലാത്ത സജഷനും ആവശ്യമില്ലാത്ത ഒരു ഗൈഡൻസും നിങ്ങൾ സ്വയം നിങ്ങൾക്ക് കൊടുക്കാതിരിക്കുക. അതാണ് നിങ്ങൾ മെയിൻലി, എസ്പെഷ്യലി നിങ്ങൾ എനർജറ്റിക്കലി ഡ്രെയിൻഡ് ആവുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതാണ്. ഓക്കെ, ബിക്കോസ് ചില ആളുകൾ നിങ്ങൾ മറ്റുള്ള ആളുകളുടെ എനർജി കൊണ്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ ഒരുപാട് ഡ്രെയിൻഡ് ആവുന്നുണ്ട്. അതാണ് നിങ്ങൾ ഫിസിക്കലി ഒരുപാട് വീക്ക് ആവുന്നുണ്ടായിരിക്കാം, മെന്റലി ഇമോഷണലി ഒരുപാട് ഡ്രെയിൻഡ് ആവുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ വാക്കുകളാണ് നിങ്ങളുടെ ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, സോ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളും നിങ്ങൾ ഫീഡ് ചെയ്യാതിരിക്കാം. സോ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് പറയാ, ഞാൻ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എൻ്റെ ലൈഫിൽ അട്രാക്ട് ചെയ്യുന്നുള്ളൂ, അല്ലാത്തതിന് യാതൊരു പെർമിഷനും ഇല്ല എൻ്റെ ലൈഫിൽ, എല്ലാം തിരിച്ചു പോവാണ്, എൻ്റെതല്ലാത്ത എല്ലാ കാര്യങ്ങളും, എൻ്റെതല്ലാത്ത എല്ലാ എനർജിയും അതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള പ്ലേസിലേക്ക് അത് തിരിച്ചു പോവാണ്. ഞാൻ എൻ്റെ എനർജി, എൻ്റെ പവർ എവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഞാൻ എന്നിലേക്ക് തിരിച്ചു വിളിക്കുകയാണ്. യൂസ് ദ പവർ ഓഫ് യുവർ വോയിസ്. ബിക്കോസ് ചില ആളുകൾ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ അത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇമോഷണൽ ലോസ്. സോ നിങ്ങളുടെ എനർജി ക്ലെൻസ് ചെയ്യാൻ വേണ്ടി ചില ഇമോഷൻസ് നിങ്ങൾ വിട്ട് കളയണം. ഓക്കെ, സോ ഡോണ്ട് ക്യാരി ഓൾ ദീസ് തിങ്സ്. ഓക്കെ, നിങ്ങളവിടെ പുതിയ ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഇമോഷൻസ് നിങ്ങൾ വിട്ട് കളയേണ്ടതായിട്ടുണ്ട്. സോ യൂസ് യുവർ പവർ. ഓക്കെ, സോ ചില കാര്യങ്ങൾ വിട്ട് കളയാനുള്ള ഒരു ധൈര്യം നിങ്ങൾ കാണിക്കാം. ആൻഡ് ചില ആളുകൾ അത് റിയലൈസ് ചെയ്യുന്നുണ്ട്. വളരെ സങ്കടത്തോട് കൂടിയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങൾ ഇമോഷണലി വിട്ട് കളയുന്നുണ്ട്, വിച്ച് ഈസ് വെരി പവർഫുൾ. ഇന്ന് നിങ്ങൾക്ക് ആ ഒരു സങ്കടം ഉണ്ടെങ്കിൽ, ഇന്ന് നിങ്ങൾക്ക് എന്തിൻ്റെങ്കിലും ഒരു നഷ്ടം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നാളെ നിങ്ങൾക്കത് ഉണ്ടാവില്ല. നാളെ അവിടെ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഫിൽ ആവുന്നുണ്ട്. സോ ചില ആളുകൾ അവിടെ വളരെ സങ്കടത്തോട് കൂടിയിട്ടാണ് ചില കാര്യങ്ങൾ വിട്ട് കളയുന്നതെങ്കിൽ ചില ആളുകൾക്ക് നാച്ചുറലി ആ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവാണ്. നാച്ചുറലി ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവാന്നുള്ളതല്ല, വിട്ടു പോവാണ്. ഇമോഷണൽ ഡിസ്റ്റൻസ് നാച്ചുറലി സംഭവിക്കുകയാണ്. ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ് അല്ലേ? സോ നമുക്ക് അത്ര കാലം താല്പര്യം തോന്നുന്ന കാര്യങ്ങൾ ആവശ്യമില്ലാത്തതാണെന്നുണ്ടെങ്കിൽ അത് തന്നെ അടർന്നു പോകുന്ന ആ ഒരു ഫീലിങ്സ്, സച്ച് എ ബ്യൂട്ടിഫുൾ പ്രോസസ് ഇറ്റ് ഈസ്, റൈറ്റ്? ബിക്കോസ് നമുക്ക് അങ്ങനെ വലിയൊരു എഫേർട്ട് ഇല്ല. ചില കാർമിക് സിറ്റുവേഷനൊക്കെ നമ്മുടെ ലൈഫിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നത് പോലെ, അല്ലെങ്കിൽ ചില കാർമിക് കോൺട്രാക്ട് ഒക്കെ എൻഡ് ആവുന്നത് പോലെ. സോ നമ്മൾ അത്ര കാലം ആ ഒരു സ്ട്രഗിൾ നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ടെന്നുള്ളൊരു ഓർമ്മ പോലും അവിടെ ഉണ്ടാവില്ല, ഒരു ട്രോമ പോലും നമുക്ക് അവിടെ ഉണ്ടാവില്ല. സോ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടായിരിക്കും ചില കാര്യങ്ങൾ ക്ലോസ് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ നിങ്ങൾക്ക് ചില ആളുകൾക്ക് നിങ്ങളുടെ ഇതുപോലുള്ള ചില കാര്യങ്ങൾ അങ്ങനെയാണ് നിങ്ങൾ ഡിസ്കണക്ട് ആയി പോകുന്നത്. ഓക്കെ, സോ ചില പ്ലേസിൽ നിന്ന് നിങ്ങൾ ഡിസ്കണക്ട് ആയി പോകും. അതായത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു മേജർ ഷിഫ്റ്റ് ഈ ഒരു സമയം ഒന്നുകിൽ ചില സ്ഥലത്ത് നിന്ന് നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആയിട്ട് പോകുന്നതായിരിക്കാം. ഓക്കെ, അതായത് നിങ്ങൾ വേറെ പ്ലേസിലേക്ക് അടർന്ന് തന്നെ പോകേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ സർവീസോ നിങ്ങൾ ഇനി വേറെ ഉറപ്പിക്കേണ്ടതോ വേറെ ഏതെങ്കിലും സ്ഥലത്തായിരിക്കാം, വേറെ കൺട്രി ആയിരിക്കാം, വേറെ പ്ലേസ് ആയിരിക്കാം, വേറെ വീടായിരിക്കാം. ടെൽ മീ, ലൈക്ക് എത്ര ആളുകൾ നിങ്ങൾ പുതിയ വീട്ടിലേക്ക് റീസെന്റ് ആയിട്ട് താമസം മാറാൻ പോവാണ്. ഓക്കെ, ബിക്കോസ് അത് പെർമനന്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ, പെർമനന്റ് ആയിട്ട് നിങ്ങൾ ചില പ്ലേസിൽ നിന്ന് വിട്ടു പോവാണ്. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ നിങ്ങളുടെ വാടക വീട്ടിൽ നിന്ന് നിങ്ങൾ സ്വന്തമായിട്ട് വീട്ടിലേക്ക് പോകുന്നത് പോലെ. ഓക്കെ, ആൻഡ് അത് വീടായിരിക്കാം. ചില ആളുകൾക്ക് ഞാൻ എപ്പോഴും നിങ്ങളടുത്ത് പറയുന്നതാണ് ആ ഒരു ഹോം ഫീലിംഗ് എന്നുള്ളത്. എന്താണ് ഈ ഒരു ഹോം ഫീലിംഗ് എന്ന് പറയുന്നത്? നമ്മളായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഫീലിങ്സ്, നമ്മൾ തിരിച്ചറിയുന്ന ഒരു ഫീലിങ്സ്. ആ ഒരു സമയത്താണ് നമുക്ക് ആ ഒരു വീട്ടിലിരിക്കുന്ന ഒരു സേഫ് ആൻഡ് സെക്യൂർ, അല്ലെങ്കിൽ നമുക്ക് അത്ര സന്തോഷം ഉണ്ടാക്കുന്ന ഒരു പ്ലേസിൽ ഇരിക്കുന്ന ഒരു സന്തോഷം ഉണ്ടാവുക നമുക്ക്. ഓക്കെ, സോ നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇതുവരെയുള്ള ഒരു ഐഡന്റിറ്റിയിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു ട്രാൻസ്ഫോർമേഷനും ആയിരിക്കാം. ഓക്കെ, അതായത് നിങ്ങൾ കൂടുതൽ തിരിച്ചറിയുന്ന ആ ഒരു നിമിഷം, അത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഒതൻസിറ്റി തരുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്കൊരു പെർമനന്റ് ആയിട്ടുള്ള, അതായത് നിങ്ങളുടെ ഒരു സ്ഥായി ആയിട്ടുള്ള ഭാവത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു നിങ്ങൾ എന്താന്നുള്ളത്, നിങ്ങളുടെ സ്വഭാവം, നിങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനുള്ള ഒരു കൂടുതൽ തിരിച്ചറിവായിരിക്കാം. ബിക്കോസ് എന്താണ് നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ട്രാൻസിഷൻ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ചേഞ്ച് കൊണ്ടുവരുന്നത്, അത് നിങ്ങൾക്ക് പെർമനന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അതാണ് പ്ലേസിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. വീട് മാറിപ്പോവുക, സ്ഥലം മാറിപ്പോവുക, രാജ്യം തന്നെ മാറിപ്പോവുക, ഇതുപോലത്തെ മാറ്റങ്ങൾ ഉണ്ടാവുക. ചില ആളുകൾക്ക് അത് വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകേണ്ടതായിട്ടുണ്ട്. ട്രസ്റ്റ് മീ, ലൈക്ക് അത് നിങ്ങൾക്ക് തന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റും. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നിങ്ങൾക്ക് ഒരു ഫ്രീഡം കിട്ടുകയാണ്. ചില ആളുകൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകുന്ന സമയത്ത് ആ ഒരു സ്വാതന്ത്ര്യം, സന്തോഷം അനുഭവിക്കുന്ന ചില ആളുകളുണ്ട്. കമന്റ് ബിലോ നിങ്ങൾക്ക് എത്ര റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, അത് സൗഹൃദങ്ങളായിരിക്കാം, അല്ലെങ്കിൽ
ചില പ്ലേസിൽ നിന്ന്, ചില ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് നിങ്ങൾ മാറിപ്പോകുന്നത് നിങ്ങൾക്ക് വലിയ സ്വാതന്ത്ര്യം തരുന്ന ഒരു കാര്യമായിരിക്കാം. മേ ബി ലൈക്ക് നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് വിട്ടു പോകുന്നതോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടായിട്ടുള്ള ആളുകളുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് മാറിപ്പോകാനൊരു അവസരം കിട്ടുന്നതായിരിക്കാം. ഓക്കെ, സോ ചില ആളുകൾക്ക് കുറച്ചത് പ്രയാസം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ചില ആളുകൾക്ക് അത് വളരെ നാച്ചുറൽ ആയിട്ടാണ് ആ ഒരു പ്രോസസ്സ് സംഭവിക്കുന്നത്. ആൻഡ് നിങ്ങളത് വളരെ ബ്യൂട്ടിഫുള്ളി കണക്ട് ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, ബിക്കോസ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിന്റെ പുതിയ പുതിയ മാറ്റങ്ങളിലേക്ക് വരുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങളുടെ ഒരു സമൃദ്ധി ആരംഭിക്കുകയാണ്. ഓക്കെ, സോ അവിടെ കുറച്ചുകൂടെ പ്രോമിസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കിട്ടേണ്ടതായിട്ടുണ്ട്, നിങ്ങൾ റിസീവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നല്ല കർമ്മം, സ്പെഷ്യലി ലൈക്ക് നിങ്ങൾ ചെയ്തു കൊടുത്തതിനുള്ള നിങ്ങളുടെ പ്രയാസത്തിനായിരിക്കാം, നിങ്ങളുടെ ശ്രമത്തിനായിരിക്കാം, നിങ്ങൾ അർഹിക്കപ്പെടുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ അതാണ് നിങ്ങൾക്ക് കുറെ കൂടി ഒരു സമൃദ്ധി നിങ്ങളുടെ ലൈഫിൽ പല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുക. അത് ഓൾറെഡി പോകുന്ന ആളുകളുണ്ട്, അറ്റൻഷൻ ഉണ്ടാവുന്നുണ്ട്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അറ്റൻഷൻ വിത്ത് റൈറ്റ് പേഴ്സൺ, റൈറ്റ് പീപ്പിൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നല്ല ആൾക്കാരെ നിങ്ങൾ കണക്ട് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകൾ നിങ്ങളെ ശ്രദ്ധിച്ചു തുടങ്ങുക, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകളിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുക. അല്ലെങ്കിൽ ചില റൊമാൻറ്റിക് സിറ്റുവേഷനിലേക്ക് വരുന്നതും ആയിരിക്കാം. ഓക്കെ, കുറച്ചുകൂടി ഒരു പ്രോമിസിങ് ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്ലേസിലേക്കാണ് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അവെയർ ഓഫ് ദാറ്റ്, ബി അവെയർ ഓഫ് ദാറ്റ്. ഓക്കെ, ബിക്കോസ് ഈ ഒരു സമയത്ത് നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെ. ഇനീഷ്യലി നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങൾ വളരെ ഡിറ്റർമൈൻഡ് ആയിട്ട് ചെയ്യുന്നുണ്ട്, സാഹചര്യം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രയാസത്തിലൂടെ ആയിരിക്കാം നിങ്ങൾ പല കാര്യങ്ങളും മാറ്റി എടുക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ അവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു പ്ലേസിലേക്കാണ് നിങ്ങളെ ലീഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്കാണ് നിങ്ങളെ ചില സിറ്റുവേഷൻ ലീഡ് ചെയ്യുന്നത്. റിലേറ്റ് ചെയ്യാം. ഓക്കെ, ബിക്കോസ് നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ക്ലോസ് ചെയ്യാണ്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റിലെ ചില കാര്യങ്ങൾ ക്ലോസ് ചെയ്യാണ്. അത് ഈവൻ നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, പാസ്റ്റ് ലൈഫ് കർമ്മ, നിങ്ങൾ പോകേണ്ടതായിട്ടുള്ള ചില മേജർ ലൈഫ് ഇവന്റ്സ് ഉണ്ടായിരിക്കാം. ഓക്കെ, യു ഹാവ് ഓൾറെഡി ഗോൺ ത്രൂ ദാറ്റ്. നിങ്ങളത് ക്ലോസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അതിലൂടെ പോയി നിങ്ങളത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ബിക്കോസ് നിങ്ങൾ ചില വാതിലുകൾ ക്ലോസ് ചെയ്യാണ്, ചില ലെസൺസ് നിങ്ങൾ പഠിച്ചെടുക്കുകയാണ്, ചില കാർമിക് ബോണ്ടിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരികയാണ്. അത് കംപ്ലീറ്റ് ഒരു ട്രാൻസിഷൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അതുപോലെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, റിലേറ്റ് ചെയ്യുക. അത് ചില ആളുകൾക്ക് ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ആണ്. ഓക്കെ, സോ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള പ്രയാസങ്ങളിൽ നിങ്ങൾ ഓവർകം ചെയ്യുന്നതായിരിക്കാം. സോ അതായത് ഇത്ര കാലമായിട്ട് നിങ്ങൾ ജീവിച്ചിട്ടുള്ളത് വേറെ രീതിയിലായിരിക്കാം, ഇനി ജീവിക്കാൻ പോകുന്നത് വേറെ രീതിയിലായിരിക്കാം. ഇത്ര കാലം നിങ്ങളുടെ ഒരു ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ വേറെ ആയിരിക്കാം, ഇനി അങ്ങോട്ട് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ അവിടെ സമൃദ്ധി റിലേറ്റ് ചെയ്യാം. സോ എന്താണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്നത്, അവിടെ നിങ്ങൾക്ക് അതിന്റെ ഒരു സമൃദ്ധി ഉണ്ടാവുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു സമൃദ്ധി ഉണ്ടാവുന്നുണ്ട്. സോ ഇങ്ങനത്തെ ഒരു ഇമോഷണൽ സിറ്റുവേഷനിൽ കൂടെ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് ദ പ്രോസസ്, മൂവ് ഓൺ. ഓക്കെ, ചില കാര്യങ്ങൾ അത്ര പ്രയാസത്തോടു കൂടിയിട്ടാണ് നിങ്ങൾ വിട്ട് കളയുന്നതെങ്കിൽ, അല്ലെങ്കിൽ വിട്ടു പോയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ ചില ആളുകൾക്ക് നാച്ചുറൽ ആയിട്ടുള്ള ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ലൈക്ക് നമുക്ക് സംഭവിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, നമുക്ക് തടുക്കാൻ പറ്റാത്ത ചില നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ആളുകളോ സിറ്റുവേഷനോ ചില സാഹചര്യങ്ങളോ, അല്ലെങ്കിൽ നിങ്ങൾ അത്രയും എഫേർട്ട് കൊടുത്തിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം. മേ ബി ലൈക്ക് അത് സംഭവിക്കേണ്ടതായിരിക്കാം. ഓക്കെ, സോ പക്ഷെ ഇത് നിങ്ങൾക്ക് ഈ ഒരു കാർഡ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ട്രസ്റ്റ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു പ്രോമിസ് ആണ്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ. നമ്പർ 5, ജസ്റ്റ് ഇമാജിൻ നിങ്ങൾ സ്റ്റെപ്പ് നമ്പർ 5 നിൽക്കുന്നത്. സോ സ്റ്റെപ്പ് നമ്പർ 6 ഇസ് ലൈക്ക് നിങ്ങൾ മുന്നോട്ട് വരിക എന്നുള്ളതാണ്. ബിക്കോസ് അഗെയിൻ നിങ്ങൾ ഈ പോകുന്ന ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാവുന്നുണ്ട്. സോ എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ചില നഷ്ടങ്ങൾ ഉണ്ടായത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വർക്ക് ആവാതെ പോയിട്ടുള്ളത്, അതിനൊക്കെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി വേണം അല്ലെ. അതിനൊക്കെ നിങ്ങൾക്കൊരു കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ അവിടെ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. സോ മുന്നോട്ട് വരിക, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ഒരു പ്രോസസ്സിലൂടെ നിങ്ങൾ പോവാ. എന്ത് പ്രയാസമാണോ നിങ്ങൾക്ക് ഉണ്ടാവുന്നത്, ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ. ഓക്കെ, സോ ചില ആളുകൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ ലൈക്ക് സാക്രിഫൈസ് ചെയ്യുന്നത്, അത് ലൈക്ക് അഗെയിൻ ലൈക്ക് ചില ആളുകൾ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്നത് നിങ്ങളുടെ അത്ര കാലത്തെ നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നിങ്ങളെന്ന വ്യക്തിയാണ്. ഓക്കെ, സോ നിങ്ങളെന്ന വ്യക്തിയിൽ എൻറ്റയർലി ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത് ലൈക്ക് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാവുന്ന മേജർ ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. ട്രസ്റ്റ് മീ ഗൈസ്,
ചില ആളുകൾക്ക് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ മേജർ ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാവുന്നുണ്ട് ഫൈനാൻഷ്യലി വരുന്ന സമയത്ത്. ജസ്റ്റ് ഇമാജിൻ, നിങ്ങൾ ഇപ്പൊ ഇനീഷ്യലി പറഞ്ഞതുപോലെ നിങ്ങൾ ഒരു വാടക വീട്ടിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ടുള്ള ഒരു വീട്ടിലേക്ക് പോവാണ്, അല്ലെങ്കിൽ ഒരു സാധാരണ വീട്ടിൽ ജീവിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഒരു ലക്ഷറിയസ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് വരികയാണ്. നിങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നുണ്ട് പല രീതിയിൽ. ഓക്കെ, അത് ഇതുപോലുള്ള സിറ്റുവേഷൻ ആയിരിക്കാം, ഫൈനാൻഷ്യലി ആയിരിക്കാം, നിങ്ങൾ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്തായിരിക്കാം. എനിക്ക് നിങ്ങൾ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് വളരെ വളരെ ഇന്റൻസ് ആയിട്ടുള്ളതും വളരെ നിങ്ങൾക്ക് ചിലത് നിങ്ങൾക്ക് ബിയോണ്ട് ഇമാജിനേഷൻ. ഓക്കെ, ബിക്കോസ് മേജർ ആയിട്ടും നിങ്ങളുടെ ലൈഫിന്റെ ഓരോ സിറ്റുവേഷനിലേക്ക് ഓരോരുത്തർക്കും ഓരോ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഒരു കാര്യം സംഭവിക്കുന്നതിന്റെ ഭാഗമായിട്ട് പല രീതിയിൽ പല മാറ്റങ്ങൾ സംഭവിക്കുന്നതായിരിക്കാം. ഓക്കെ, സോ എനിക്ക് നിങ്ങളുടെ പൊസിഷൻ, നിങ്ങളെന്ന വ്യക്തിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, അവിടെ വേറെ കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളെന്ന വ്യക്തിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ അവിടെ ഉണ്ടാവുന്നുണ്ട്. സോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഗൈസ്, ട്രസ്റ്റ് മീ, ദാറ്റ് ഈസ് ബെസ്റ്റ് ഫോർ യു. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഓവർകം ചെയ്യും. ഞാൻ എല്ലാം നല്ലതാണെന്ന് പറയുന്നില്ല, ബിക്കോസ് ചില ആളുകൾക്ക് നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കണം, വീണ്ടെടുക്കാൻ പറ്റാത്ത ചില നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഓവർകം ചെയ്യും. റൈറ്റ്? ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങൾ സെറ്റ് ചെയ്യാണ് വേണ്ടത്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ എന്ത് വേണം എന്നുള്ളതിനൊരു ക്ലാരിറ്റി കൊടുക്കുക, അല്ലെങ്കിൽ എന്ത് വേണ്ട എന്നുള്ളതിനൊരു ക്ലാരിറ്റി കൊടുക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഇനി എന്താ വേണ്ടത് എന്നുള്ളത്. അറ്റ്ലീസ്റ്റ് എന്താണ് വേണ്ടാത്തത് നിങ്ങൾക്ക് അറിയെങ്കിൽ, എന്ത് നിങ്ങൾക്ക് വർക്ക് ആവില്ല എന്നറിയുന്നുണ്ടെങ്കിൽ ഹാവ് ദി കറേജ് ടു സാക്രിഫൈസ് ദാറ്റ്, അല്ലെങ്കിൽ അത് വിട്ടുകളയാനുള്ള ഒരു ധൈര്യം നിങ്ങൾ കാണിക്കാം. ഓക്കെ, ബിക്കോസ് നിങ്ങൾ ഈ ഒരു സമയത്ത് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ശ്രമിക്കുന്നതും നിങ്ങൾ ഓവർകം ചെയ്യുന്നതും അല്ലെങ്കിൽ ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നതും ഒക്കെ നിങ്ങളുടെ എന്തൊക്കെ ഒരു ഫിയർ ആണ്. ചില മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പേടിയായിരിക്കാം, നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടിയാണ് നിങ്ങൾ ഓവർകം ചെയ്യാൻ പോകുന്നത്. സോ അവിടെ നഷ്ടങ്ങൾ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്, അവിടെ ചില കാര്യങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ അങ്ങനെയാണ് മോൾഡ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, സോ ധൈര്യമായിട്ട് ചില പ്ലേസിലേക്ക് വരിക, ധൈര്യമായിട്ട് ചില സിറ്റുവേഷൻ നിങ്ങൾ ഡീൽ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ബിക്കോസ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇതുപോലെ നിങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ ഒരു സ്ട്രോങ് സപ്പോർട്ട് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ചില ആളുകൾ, ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു വഴിക്ക് പോവാണ്. സോ നിങ്ങൾ പോകുന്ന വഴി തെറ്റാണോ ശരിയാണോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല. അവിടെ ഒരാൾ വന്നിട്ട് നിങ്ങളെ കാണിച്ചു തരികയാണ്, ഇതാണ് നിങ്ങൾക്ക് വേണ്ട റൈറ്റ് ആയിട്ടുള്ള വഴി എന്നുള്ളത്. ബട്ട് ചില ആളുകൾ അവിടെ സ്റ്റിൽ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ടായിരിക്കണം. സോ അങ്ങനത്തെ ഒരു മാറ്റം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ പറയുന്ന സമയത്ത് ഇനി ഞാൻ പോകുന്നത് തന്നെയാണോ ശരി എന്നുള്ളത് നമുക്ക് തോന്നിപ്പോകും. നിങ്ങൾ അങ്ങനത്തെ ഒരു ലൈഫ് സിറ്റുവേഷനിലാണ് ചില ആളുകളെങ്കിലും നിൽക്കുന്നുണ്ടായിരിക്കാം. ഇവിടെ നിങ്ങൾക്ക് ഒരു ടച്ച് അല്ലെങ്കിൽ ഒരു പ്രസൻസ് ഉണ്ടാവുന്നുണ്ട്, ആരുടെ ഒരു പ്രസൻസ് ഉണ്ടാവുന്നുണ്ട്. അത് മേ ബി ലൈക്ക് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് ആയിരിക്കാം, നിങ്ങളുടെ സ്പിരിറ്റ് ഗാർഡിയൻ ആയിരിക്കാം, നിങ്ങൾക്ക് ആ ഒരു ദൈവാധീനം ഈ ഒരു സമയത്ത് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഒരു റോങ് കാര്യത്തിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളൊരു ഒരു പ്ലേസിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഡയറക്റ്റ് ചെയ്യാണ് അവിടെ. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഈവൻ ചില നഷ്ടങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഇഷ്ടപ്പെടാത്ത രീതിയിൽ ചില കാര്യങ്ങൾ സംഭവിക്കുകയാണ്. അത്ര ഹാർഡ് വർക്ക് കൊടുത്തിട്ടും അത്ര എഫേർട്ട് കൊടുത്തിട്ടും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വർക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഗൈസ്, ദർ ഈസ് സംതിങ് എൽസ് ഫോർ യു. അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ കാണാത്ത ചില കാര്യങ്ങളുണ്ട്. അത് ലൈക്ക് കണക്ട് ചെയ്യാൻ ആ ഒരു പവർ, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പവർ എന്ന് അറിയുന്നത് കൊണ്ടാണ് നിങ്ങളെ ഡിഫറെന്റ് ഡയറക്ഷനിലേക്ക് വിട്ടു പോവാൻ പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഡിഫറെന്റ് ഡയറക്ഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നു തരുന്നത്. ഓക്കെ, സോ അത് ചില ആളുകൾക്ക് ഓൾറെഡി അറിയാം, പക്ഷെ ചില ആളുകൾക്ക് അതൊരു അൺക്ലിയർ ആയിട്ട് അവിടെ കിടക്കുകയാണ്. സോ അതാണ് നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നത്, നഷ്ടമായിട്ട് തോന്നുന്നത് ചില കാര്യങ്ങൾ. ഓക്കെ, സോ ചില നഷ്ടങ്ങൾ നഷ്ടമല്ല എന്ന് തിരിച്ചറിയാൻ ഉള്ള ഒരു ടൈം ഉണ്ട്. സോ യു ജസ്റ്റ് നീഡ് ടു ഗോ ത്രൂ ദാറ്റ് കൈൻഡ് ഓഫ് സിറ്റുവേഷൻ. ഓക്കെ, റിലേറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഈ റീഡിങ് എത്രമാത്രം റെസനേറ്റ് ആവുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, പറയാൻ മറക്കരുത്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.